ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് LSGSന്റെ പ്രിലിംസിലും അതുപോലെ തന്നെ മെയിൻസിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതാണ് ഡെവലപ്മെന്റ്സ് ഇൻ ബയോടെക്നോളജി. നമുക്കറിയാം, ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ബയോടെക്നോളജി ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2000 ഓൺവേർഡ്സ് ആണ് അതിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഈ ബയോടെക്നോളജിയുടെ ഒരുപാട് പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്ക് ഇതൊക്കെയും പണ്ട് മുതലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതായത് ഇപ്പം സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതലേ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബയോടെക്നോളജിയിൽ വരുന്ന ഒരുപാട് ടെക്നിക്സും പ്രിൻസിപ്പിൾസും പ്രോസസ്സൊക്കെ. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഈ ഒരു ബയോടെക്നോളജിയിലേക്ക് വേണ്ട ടെക്നിക്സും അതുപോലെ ടേംസും ഒക്കെ കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഈ ബയോടെക്നോളജി ഡെവലപ്പ് ആയത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ബയോടെക്നോളജിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ബയോടെക്നോളജി? എന്താണ് ബയോടെക്നോളജി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ ബയോടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തത് കാൾ എറിക്കിയാണ്. 1919 കാൾ എറിക്കി ഇങ്ങനെ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഈ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിന് കൊടുത്തത്. ഇനി ബയോടെക്നോളജി എന്താണ്? അതായത് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് മൈക്രോബ്സ് ഉണ്ട് നമ്മുടെ ഈ വേൾഡിൽ. യൂസ്ഫുൾ ആയിട്ടുള്ളതും ഉണ്ട്, ഹാർംഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻ, അതുപോലെ അതിനങ്ങനെ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാം, ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ബയോടെക്നോളജി ഈസ് ദ യൂസ് ഓഫ് ടെക്നോളജി ടു ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ്, മെത്തേഡ്സ് ആൻഡ് ഓർഗാനിസംസ് intended to improve human health and society. അതായത് എങ്ങനെ ഇപ്പോ ഓർഗാനിസംസ് അല്ലെങ്കിൽ വേറെ കുറെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ പ്രോഡക്ട്സ്, അതുപോലെ മെത്തേഡ്സ്, പുതിയ ഓർഗാനിസംസ്. ഇപ്പം നമുക്കറിയാവുന്നതാണ് ട്രാൻസ്ജനിക് ആനിമൽസിനെയൊക്കെ പറ്റിയിട്ട്. ട്രാൻസ്ജനിക് ആനിമൽസ് ഉണ്ട്, അതുപോലെ GM ക്രോപ്സ് ഉണ്ട്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. അപ്പൊ ഇവർക്കൊക്കെ പെസ്റ്റ് റെസിസ്റ്റൻസ് ഓൾറെഡി ആ ഒരു പ്ലാന്റിന് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സ്, അതുപോലെ ഓർഗാനിസംസ്, മെത്തേഡ്സ് ന്യൂ ആയിട്ടുള്ളതൊക്കെയും ഡെവലപ്പ് ആക്കി എടുക്കുക ടെക്നോളജി യൂസ് ചെയ്തിട്ട്. അതിനാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊക്കെയും ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതായത് ഹ്യൂമൻസ് ഹെൽത്ത് ഫീൽഡിലായാലും ഇപ്പം അഗ്രികൾച്ചർ ഫീൽഡിലായാലും ഇൻഡസ്ട്രിയൽ പർപ്പസിലായാലും ഇതൊക്കെയും ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബയോടെക്നോളജി എന്ന് പറയുന്നതിനെ തന്നെ നമുക്ക് ബയോടെക് എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഇപ്പൊ കുറച്ചൊരു കഥ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് കാട്ടിലാണ് ജീവിച്ചിരുന്നത്. നമുക്കറിയാലോ, മങ്കീസ്ന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഹ്യൂമൻസ് ഒക്കെ ഉണ്ടായത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഒരു വൈൽഡ് ലൈഫ് ആയിരുന്നു. അത് നമ്മളൊക്കെയും കാട്ടിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കുക്ക് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട് വളർത്തോ ഒന്നും ചെയ്തിരുന്നില്ല. ആ കാട്ടിൽ എന്താണ് ഉള്ളത്, ആ ഫ്രൂട്ട്സും അതുപോലെ അവിടെയുള്ള ജന്തുക്കളിനെയൊക്കെയും കൊന്ന് തിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ജീവിച്ചിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെയും വ്യത്യാസം വന്നു. അതായത് സിവിലൈസേഷൻ സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു. സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ ഒരു കൂട് പണിയ, അല്ലെങ്കിൽ ഒരു ഹട്ട് പണിയ, അതുപോലെ തന്നെ നമ്മുടെ ഷെൽട്ടറിന് ചുറ്റോറായിട്ട് നമുക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ നമുക്ക് വേണ്ടുന്ന ആനിമൽസ് അതിനൊക്കെയും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയും വന്നത് സിവിലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്കറിയാവുന്നതാണ് നദീതട സംസ്കാരങ്ങൾ. അതായത് ഒരു റിവർ ഉണ്ടെങ്കിൽ അതിനോടടുത്തായിരിക്കും ഇവർ ഷെൽട്ടർ ഒക്കെ പണിയുന്നത്. അപ്പൊ അങ്ങനെയാണ് സിവിലൈസേഷൻ സ്റ്റാർട്ട് ആയത്. അപ്പൊ സിവിലൈസേഷൻ സ്റ്റാർട്ട് ആയത് മുതലേ തന്നെ എന്തുണ്ട്, ഈ ഒരു ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, സിവിലൈസേഷൻ നടന്നത് മുതൽ തന്നെ എന്തും അവർ ചെയ്തുകൊണ്ടിരുന്നു. ബയോടെക്നോളജിയിൽ വരുന്ന ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും അപ്പം മുതലേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയതാണ്. ഓക്കെ, ആ ഒരു ടെക്നിക്സിലും കാര്യങ്ങളും ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ബയോടെക്നോളജി ഫീൽഡ് ഇതുപോലെയുള്ളത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി വേറൊരു ഫീൽഡാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അത് ജനറ്റിക്സും തമ്മിൽ കുറച്ച് ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ജനറ്റിക്സിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചൊക്കെയും പഠിച്ചിരിക്കണം. ഇപ്പൊ ജനറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇപ്പം നമ്മുടെ പാരന്റ്സിൽ നിന്നും നമുക്ക് ഒരുപാട് ട്രെഡ്സ് കിട്ടിയിട്ടുണ്ട്.
ഇപ്പൊ പാരന്റ്സിന്റെ ഹെയർ, അത് പാരന്റ്സിന് കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേളി ഹെയർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല ട്രേഡ്സും പാരന്റ്സിന്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്, ഹെറിഡിറ്ററി ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്നും വേറൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ട്രേഡ്സ് ഒക്കെ ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നത്? ഇനി എങ്ങനെയാണ് ജീൻസ് പാസ് ചെയ്യുന്നത്? അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ആയിരുന്നു ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമുക്ക് നമ്മുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, അതുപോലെ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഈവൻ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് വരെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ജീൻസ് ആണ്. ഈ ജീൻസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ ജനറേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേരാണ് എന്ത്? ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ജനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തത് വില്യം ബേറ്റ്സൺ ആണ് 1905. ഇനി ഈ ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ജോഹാൻസൺ ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്നത് ഗ്രെഗർ ജോൺ മെൻഡൽ ആണ്. അപ്പൊ ഗ്രെഗർ ജോൺ മെൻഡലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പീ പ്ലാന്റ്. പീ പ്ലാന്റിലായിരുന്നു അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയത്. എന്തുകൊണ്ടാണ് ഗ്രെഗർ ജോൺ മെൻഡൽ ഈ ഒരു പീ പ്ലാന്റ് തന്നെ ഈ എക്സ്പെരിമെന്റിന് തെരഞ്ഞെടുത്തത്? ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റൂ, എന്തുകൊണ്ടാണ് പീ പ്ലാന്റ് തന്നെ തെരഞ്ഞെടുത്തത്? ഓക്കെ, നമുക്കറിയാം. ഇപ്പൊ പീ പ്ലാന്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഒരു ക്യാരക്ടറിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിസം സറ്റൈവം എന്നാണ് അതിന്റെ ബയോളജിക്കൽ നെയിം വരുന്നത്. ഇനി ഈ പീ പ്ലാന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസിലി ഒബ്സർവബിൾ ആണ്. അതായത് അതിന് 7 ട്രൈഡ്സ് ഉണ്ട് ഈ ഒരു പീ പ്ലാന്റിന്. അതായത് ചിലത് ചെറുതായിരിക്കും ചെടികള്, ചിലത് വലുതായിരിക്കും, പിന്നെ അതിൽ നിന്നും വരുന്ന അതിന്റെ പീ എന്ന് പറയുന്നതിന്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും, അപ്പം കളറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെ ഒരു 7 ട്രേഡ്സ് അതിൽ തന്നെ ഈസിലി ഒബ്സർവബിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് മൈക്രോസ്കോപ്പ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസിലി ഒബ്സർവബിൾ ആയിട്ട് നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന അത്രയും ഒബ്സർവബിൾ ആയിട്ടുള്ള ട്രേഡ്സ് ഉണ്ട് ഈ ഒരു പീ പ്ലാന്റിന്. അതുകൊണ്ടാണ് അദ്ദേഹം പീ പ്ലാന്റ് തന്നെ ഈ ഒരു സ്റ്റഡിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം അതിൽ നിന്നുമാണ് ഈ ജനറ്റിക്സിന്റെ ഒരുപാട് ലോസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഗ്രെഗർ ജോൺ മെൻഡലിനെ ഫാദർ ഓഫ് ജനറ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ DNA എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ഇപ്പം നമുക്കറിയാം ജോൺ ഫെഡറിക് മീഷർ ആണ് 1869. ഓക്കെ, DNA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഈ ജോഹാൻ ഫെഡറിക് മീഷർ ആണ് 1869. ഇനി ഈ ഒരു DNA അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത് ഒരു ഡിസ്റ്റിങ് മോളിക്യൂൾ ആയിട്ടാണ്. ഹ്യൂമൻ വൈറ്റ് ബ്ലഡ് സെൽസിൽ ഐസോലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഡിസ്റ്റിങ് മോളിക്യൂൾസ് ആയിട്ടാണ് ഈ DNA കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ DNA എന്ന് പറയുന്നതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് ഹെർഷി ആണ്. ആൽഫ്രഡ് ഹെർഷി ആണ്, അതുപോലെ മാർത്ത ചേസും കൂടിയിട്ടാണ് ഈ DNA എന്ന് പറയുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിച്ചത്. പക്ഷെ അത് ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്താരാണ്? ജോഹാൻ ഫെഡറിക് മീഷർ ആണ് 1869. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്താരാണ്? ജോഹാൻ ഫെഡറിക് മീഷർ. ഏറ്റവും ഫസ്റ്റ് DNA ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് ഹെർഷിയും അതുപോലെ മാർത്ത ചേസും കൂടിയിട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജീൻ എന്ന് പറയുന്നതാണ് ഹെറിഡിറ്റിയുടെ യൂണിറ്റ്, ബേസിക് അല്ലെങ്കിൽ ഫിസിക്കൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ജീൻ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇപ്പൊ നമ്മുടെ ഹ്യൂമൻസിൽ എത്ര ക്രോമോസോംസ് ഉണ്ടായിരിക്കും? ടോട്ടൽ 46 ക്രോമോസോംസ്. 23 പെയർ. അപ്പൊ നമുക്ക് അതിന് 46 ടോട്ടൽ ക്രോമോസോംസ് എന്ന് പറയാം. പക്ഷെ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ഉണ്ടാവുക? 23 പെയർസ് എന്നാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ്. നമ്മൾ ഫാദർ ഓഫ് ജനറ്റിക്സ് പറഞ്ഞു. ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത് തോമസ് ഹൺ മോഗൻ ആണ്. ഓക്കെ, അപ്പൊ മോഗൻ ഡിസ്കവർ ചെയ്തത് ഇപ്പം ഫ്രൂട്ട് ഫ്ലൈസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഫ്രൂട്ട് ഫ്ലൈസ്. അപ്പം ഇവർക്ക് വൈറ്റ് ഐസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വൈറ്റ് ഐസ് വന്നത്? അപ്പൊ അതിലുള്ള മ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് തോമസ് ഹൺ മോഗൻ കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. നോബൽ പ്രൈസ് ഇൻ
ഫിസിയോളജി ആൻഡ് മെഡിസിൻ. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് ഹണ്ട് മോഗൻ. ഫാദർ ഓഫ് ജനറ്റിക്സ് ആരാണ്? ഗ്രെഗർ ജോൺ മെൻഡൽ. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ DNA ആദ്യം ഐഡന്റിഫൈ ചെയ്തത് മീഷർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത് ചേസും അതുപോലെ തന്നെ ഹേർഷി ആണെന്ന് പറഞ്ഞു. ഇനി ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഇപ്പൊ DNA ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്നൊക്കെയാ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി DNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്സ് മോഡൽ ആണ് എന്നുള്ളത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടിയിട്ടാണ് 1953. അത് കൊടുത്തിട്ടുള്ള ജേണൽ എന്ന് പറയുന്നത് ജേണൽ നേച്ചർ ആയിരുന്നു. നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ജേണൽ ആയിരുന്നു. അപ്പൊ അതിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്സ് ആണ് എന്നുള്ളത്. അപ്പൊ ആരാണ് DNA ഡബിൾ ഹെലിക്സ് മോഡൽ ആണെന്ന് കൊണ്ടുവന്നത്? ജെയിംസ് വാട്സണും അതുപോലെ ഫ്രാൻസിസ് ക്രിക്കും 1953. ഇയറും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇപ്പൊ നമ്മൾ ജനറ്റിക്സിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് ആരാണെന്നും പറഞ്ഞു. ഇനി ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വേറൊരു ഫീൽഡാണ്. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് ഓർഗാനിസത്തിന്റെ ഇപ്പൊ DNA ഒരുപാട് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരു പുതിയൊരു ഓർഗാനിസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലെ തന്നെ DNA ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരു പുതിയൊരു ഓർഗാനിസത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഫീൽഡാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് കോൾബർഗ് ആണ്. ഓക്കെ, കോൾബർഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോ ജനറ്റിക്സിന്റെ ഫാദർ, അതുപോലെ എക്സ്പെരിമെന്റൽ ജനറ്റിക്സിന്റെ ഫാദർ, ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഫാദർ, അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ DNA ഏറ്റവും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ആര്, അതുപോലെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത് ആര്, അതുപോലെ തന്നെ അതിന്റെ ഡബിൾ ഹെലിക്സ് മോഡൽ കൊണ്ടുവന്നത് ആര്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ ഇയറും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി DNA പറ്റിയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ ബയോളജി പഠിച്ചു വന്നിട്ടുള്ളവരാണെങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പക്ഷെ ഒരു കുഴപ്പമില്ല, പറയുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ DNA പറ്റി പറയുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്നാണ് നമ്മൾ അതിനെ ഫുൾ ഫോം കൊടുക്കുക. അതായത് ഇതിൽ വരുന്ന ന്യൂക്ലിയോടൈഡ്സിനെ പറ്റി ഏറ്റവും ഫസ്റ്റ് പറയാം. ഇപ്പൊ നൈട്രജൻ ബേസസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇപ്പൊ ഇങ്ങനെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രത്യേക തരം രണ്ടെണ്ണത്തിനെ കമ്പൈൻ ചെയ്തിട്ടാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡിനിൻ എപ്പോഴും തൈമിൻ ആയിട്ടാണ് പെയർ ചെയ്യുള്ളൂ. ഓക്കെ, കണ്ട, ഇതിപ്പോ ഒരു ലാഡർ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ ആയിട്ടാണ് ഉള്ളത് DNA, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കാണുന്നത് എല്ലാതും എന്താണ്? നൈട്രജൻ ബേസസ് ആണ്, ബേസ് പെയേഴ്സ് ആണ്. ഈ ബേസ് പെയേഴ്സ് രൂപപ്പെടാൻ അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ ഇങ്ങനെയാണ് നടക്കുക. അതായത് അഡിനിൻ എപ്പോഴും തൈമിൻ ആയിട്ടാണ് പെയർ ചെയ്യുക, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിൻ ആയിട്ടാണ് പെയർ ചെയ്യുക. ഇനി ഈ ഒരു DNAക്ക് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിൽ ഷുഗർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും. ഈ DNA കാണുന്ന ഷുഗറിന്റെ പേരെന്താ? ഞാൻ ഓൾറെഡി ഇപ്പൊ DNA ഫുൾ ഫോം പറഞ്ഞു. ഓക്കെ, ഡിയോക്സി റൈബോസ് എന്നാണ് DNA കാണുന്ന ഷുഗറിന്റെ പേര്. അതുപോലെ തന്നെ ഫോസ്ഫേറ്റും കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഇപ്പൊ DNA മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്, പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ ഇതൊന്നും നമ്മൾ എന്താ മനസ്സിലാക്കുക? DNA എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഓരോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? അതിലേക്ക് നൈട്രജൻ ബേസസ് ആണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ 5 കാർബൺ ഷുഗർ ഉണ്ടായിരിക്കും. DNA കാണുന്ന ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ് ആണ്. അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 4 നൈട്രജൻ ബേസസിനെ പറ്റി നമ്മൾ പറഞ്ഞു, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഓക്കെ, ഇനി ഇതിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് പ്യൂറൈൻസും പിരമിഡൈൻസും. 2 പ്യൂറൈൻസ് 2 പിരമിഡൈൻസും ആണ് ഉള്ളത്. അഡിനിനും അതുപോലെ തന്നെ ഗ്വാനിനും ആണ് എന്ത്? പ്യൂറൈൻസ് എന്ന് പറയുന്നത്. സൈറ്റോസിനും തൈമിനുമാണ് എന്ത്? പിരമിഡൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അഡിനിൻ എപ്പോഴും ആരോടായിട്ടാണ് പെയർ ചെയ്യുക? തൈമിൻ ആയിട്ടാണ് പെയർ ചെയ്യുക. ഗ്വാനിൻ എപ്പോഴും ആരായിട്ടാണ് പെയർ ചെയ്യുക? സൈറ്റോസിൻ ആയിട്ടാണ് പെയർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും പെയറിങ് ഒരിക്കലും വരില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് RNA പറ്റിയിട്ടാണ്. ഇപ്പൊ DNA പറ്റിയിട്ട് നമ്മൾ പഠിച്ചു, RNA പറ്റിയിട്ടാണ് നെക്സ്റ്റ് നോക്കുന്നത്. റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്നാണ് RNA നമ്മൾ ഫുൾ ഫോം കൊടുക്കുന്നത്. അപ്പൊ ഏത് ഷുഗർ ആയിരിക്കും RNA കാണുന്നത്? റൈബോസ്.
ഓക്കെ, റൈബോ ഷുഗർ ആണ് RNA കാണുന്നത്. അതുപോലെ തന്നെ RNA കാണുന്ന ന്യൂക്ലിയോ ബേസസ് ആണ് ഏതൊക്കെ? സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, യുറാസിൽ. അപ്പം ഇപ്പോ ഈ ഒരു DNA RNA പഠിച്ചു, അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? നൈട്രജൻ ബേസ് ആണ് അതിനൊരു ക്ലൂ. എന്താണ് വ്യത്യാസം? യുറാസിലാണ് റൈബോ, RNA മറ്റേതില് തൈമിനാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് RNA കാണുന്നത് യുറാസിലും, അതുപോലെ തൈമിൻ എന്ന് പറയുന്നത് DNA കാണാം. പിന്നൊരു വ്യത്യാസം കൂടി ഉണ്ട്. ഒന്ന് സിംഗിൾ സ്ട്രാൻഡ്, ഒന്ന് ഡബിൾ സ്ട്രാൻഡ്. ഓക്കെ, ഒന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, ഒന്ന് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും പഠിച്ചാൽ മതിയോ. അപ്പം യുറാസിൽ എന്ന് പറയുന്നത് RNA മാത്രമാണ് കാണുന്നത്, DNA മാത്രം കാണുന്നതാണ് തൈമിൻ. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വട്ടം, അപ്പൊ അതുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം. ഇനി ഇപ്പം DNA പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡിനിൻ എപ്പോഴും തൈമിൻ ആയിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പൊ RNA കേസിലോ? യുറാസിലായി. ഓക്കെ, അപ്പം അത്രയാണ് ബേസിക് ആയിട്ട് DNA RNA ഒക്കെ പറ്റി പഠിക്കാനുള്ളൂ. ഇപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു തുടക്കത്തില്, ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് നമ്മൾ പഠിക്കുമ്പോൾ അതിനോട് കൂടി പഠിക്കേണ്ട ഒന്നാണ് ജെനറ്റിക്സ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ബയോടെക്നോളജി എന്നുള്ളതിനെ തന്നെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലൂ ബയോടെക്നോളജി. ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് മറൈൻ ഫീൽഡ് ആയതുകൊണ്ടാണ്. മറൈൻ ഫീൽഡിൽ വരുന്ന ആ ഒരു ബയോടെക്നോളജിയുടെ സ്റ്റഡിക്ക് ബ്ലൂ ബയോടെക്നോളജി എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള സ്റ്റഡി ആവുമ്പോൾ എന്ത് പറയും? ഗ്രീൻ ബയോടെക്നോളജി എന്ന് പറയും. മെഡിക്കൽ ഫീൽഡിലാവുമ്പോഴോ റെഡ് ബയോടെക്നോളജി എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ഫീൽഡിലാവുമ്പോൾ ആ ഒരു സ്റ്റഡിക്ക് വൈറ്റ് ബയോടെക്നോളജി എന്നാണ് പറയാ. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് ചോദിക്കുക. ഇപ്പൊ ബ്ലൂ ബയോടെക്നോളജി ഏത് ഫീൽഡായിട്ട് ബന്ധപ്പെട്ടതാണ്? മറൈൻ എടുക്കുക. പിന്നെ ഗ്രീൻ ബയോടെക്നോളജിനെ പറ്റി ചോദിക്കുമ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വരുന്നതായിരിക്കും. റെഡ് ബയോടെക്നോളജി ആകുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വരുന്നതാണ്. വൈറ്റ് ബയോടെക്നോളജി ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ വരുന്നതാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിനും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ഇപ്പൊ ബയോടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ബയോടെക്നോളജിയുടെ ഡെവലപ്മെന്റ് പറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 3ആയിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ആ ഒരു ഇയർ വെച്ചിട്ട് 3ആയിട്ട് തിരിക്കാം. അപ്പൊ ആൻഷ്യൻ ബയോടെക്നോളജി എന്ന് പറയുന്നത് 1800 വർഷങ്ങൾക്ക് മുമ്പാണ്. ഓക്കെ, ഇനി ക്ലാസിക്കൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് 1800 തൊട്ടിട്ട് 1945 ആ ഒരു വർഷം വരെയുള്ളതാണ് ക്ലാസിക്കൽ ബയോടെക്നോളജിയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള സ്റ്റഡി, അതാണ് ക്ലാസിക്കൽ ബയോടെക്നോളജിയുടെ ഉൾപ്പെടുത്തുന്നത്. ഇനി 1945 മുതൽ പ്രസന്റ് 2024 വരെയുള്ള ആ ഒരു സ്റ്റഡി, ബയോടെക്നോളജിയിൽ നടക്കുന്ന സ്റ്റഡി, അപ്പൊ അതൊക്കെ മോഡേൺ ബയോടെക്നോളജി എന്നുള്ള രീതിക്കാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ 3 ടൈപ്പാണ് ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 4ആയിട്ടാണ്, തെറ്റിപ്പോകാൻ പാടില്ല. 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 3ആയിട്ടാണ് ഇപ്പം ഇയർ വൈസ് അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൻഷ്യൻ ബയോടെക്നോളജിയിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തിരുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ട്, ഈ ഒരു ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബയോടെക്നോളജി എന്നുള്ള ടേം അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. പക്ഷെ അതിൽ വരുന്ന ഫെർമെന്റേഷൻ പ്രോസസ്സ്, അതായത് ഇപ്പൊ മൈക്രോബ്സിനൊക്കെ യൂസ് ചെയ്തിട്ട് ഷുഗർ, അതിൽ നിന്നൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് ആൽക്കഹോൾ ബീവറേജസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ പണ്ട് മുതലേ യൂസ് ചെയ്ത് വന്നിരുന്നതാണ്. പക്ഷെ അന്നൊന്നും ബയോടെക്നോളജി എന്നുള്ള ഒരു ഫീൽഡ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഇപ്പോഴൊക്കെയാണ് അത് അഡ്വാൻസ് ചെയ്ത് വന്നത്. ആൻഷ്യൻ ബയോടെക്നോളജിയിൽ തന്നെ ബിയർ ഉണ്ടാക്കിയിരുന്നു. അതായത് ആൻഷ്യൻ ആയിട്ടുള്ള ആൾക്കാർ ബിയർ ഉണ്ടാക്കിയിരുന്നു ഈസ്റ്റിൽ നിന്ന്. അതുപോലെ ഈജിഷ്യൻസ് എന്തുണ്ടാക്കിയിരുന്നു? ബ്രെഡ് ഉണ്ടാക്കിയിരുന്നു ഈസ്റ്റ് വെച്ചിട്ട്. അതുപോലെ വൈനൊക്കെയും പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ ആൻഷ്യന്റ് ആയിട്ട് നടന്നിരുന്ന, ആൻഷ്യൻ ടൈംസിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. ഇനി ആന്റോണി വാൻ ലീവൻഹുക്ക് ഒരു 1676 ആ ഒരു ടൈമിലാണ് ബാക്ടീരിയനെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇത് മറക്കാൻ വേണ്ടി പാടില്ല. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നതും ആന്റണി വാൻ ലീവൻഹുക്കിനെയാണ്. അതുപോലെ തന്നെ ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ്? ആന്റണി വാൻ ലീവൻഹുക്ക് ആണ്. അതുപോലെ 1676 എന്നുള്ള ഇയറും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി 1796 ഡോക്ടർ എഡ്വേർഡ് ജെനർ എന്ത് കണ്ടുപിടിച്ചത്? സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത്. സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് 1796 ഡോക്ടർ എഡ്വേർഡ് ജെനർ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ കൗപോക്സ് വൈറസിനെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ഇപ്പം കൗപോക്സ് വൈറസിനെ ഒരു പേഴ്സണിൽ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ ഒരിക്കലും
സ്മോൾ പോക്സ് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ആ ഒരു ഇതിൽ നിന്നാണ് സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ ഇടയായത്. ഓക്കെ, ഇത്രയാണ് ആൻഷ്യൻ ബയോടെക്നോളജിനെ പറ്റി പറയാനുള്ളത്. ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഡിസ്കവറീസ് ഇത്രയാണ്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടും വരുന്നത്? ബാക്ടീരിയയുടെ കണ്ടുപിടുത്തം, അതുപോലെ സ്മോൾ പോക്സ് വാക്സിന്റെ കണ്ടുപിടുത്തമാണ്. പിന്നെ അതുപോലെ ഫെർമെന്റേഷൻ പ്രോസസ്സും യൂസ് ചെയ്തിരുന്നു. ഇനി ക്ലാസിക്കൽ ബയോടെക്നോളജി, അതായത് ഒരു 1800 മുതൽ 1945 വരെയുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ള കണ്ടുപിടുത്തങ്ങള്, കാര്യങ്ങൾ, അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ആണ് ക്ലാസിക്കൽ ബയോടെക്നോളജിയിൽ പറയുന്നത്. 1831 റോബർട്ട് ബ്രൗൺ എന്ത് കണ്ടുപിടിച്ചത്? സെല്ലിനകത്തെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി ആരാണ് സെല്ല് കണ്ടുപിടിച്ചത് ഏറ്റവും ഫസ്റ്റ് ന്യൂക്ലിയസ് സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് റോബർട്ട് ബ്രൗൺ എന്ത് ചെയ്തു? സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 1838 MJ ശ്ലീഡൻ പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ചത്. നമുക്കറിയാം പ്ലാന്റ്സിന്റെ ബോഡിയും സെല്ല് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനെ പ്ലാന്റ് സെൽ എന്ന് പറയും. ആനിമൽസിൽ കാണുന്ന സെൽസിനെ ആനിമൽ സെൽ എന്നും പറയും. അപ്പൊ പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ചത് MJ ശ്ലീഡൻ ആണ്. 1839 തിയോഡോർ ഷ്വാൻ ആനിമൽ സെല്ല് കണ്ടുപിടിച്ചത്. ഈ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ പ്ലാന്റ് സെല്ലിന് എന്തുണ്ട്? ഒരു സെൽ വാൾ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സൺലൈറ്റിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൽ ഓർഗനൽ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി 1839 തിയോഡോർ ഷ്വാൻ ആനിമൽ സെല്ല് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ഇനി പ്ലാന്റ് സെല്ലിനെ അപേക്ഷിച്ച് ആനിമൽ സെല്ലിൽ കാണുന്ന 2 സെൽ ഓർഗനൽസ് ഉണ്ട്. അത് ഏതൊക്കെയാ? ലൈസോസോം, സെൻട്രോസോം. ഓക്കെ, ലൈസോസോമും സെൻട്രോസോമും. ഇനി ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ കാണുന്ന വേറൊരു സെൽ ഓർഗനലാണ്, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന വേറൊരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം ഫ്രൂട്ട്സ് ഒക്കെയും ആദ്യം ഗ്രീൻ കളർ ആയിരിക്കും, പിന്നെ അത് യെല്ലോ കളറ് അല്ലെങ്കിൽ റെഡ് കളറ്, അങ്ങനെ കളർ ആകുന്നത് ഈ ഒരു പ്ലാസ്റ്റിഡ്സ് ഏതാണ് അതനുസരിച്ചിട്ടാണ്. ഓക്കെ, ഏതാ മിസ്? മനസ്സിലായില്ല. അതായത് ഇപ്പൊ പ്ലാന്റ് സെല്ലില് പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽ ഓർഗനൽ ഉണ്ട്. അപ്പൊ ഈ പ്ലാസ്റ്റിഡ്സ് ലൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് അതൊക്കെയും. അപ്പൊ ഈ ക്രോമോപ്ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രീൻ കളറുള്ള ഫ്രൂട്ട്സിന് എന്ത് കൊടുക്കുന്നത്? കളർ കൊടുക്കുന്നത്. ഇപ്പൊ യെല്ലോ ആവാം, റെഡ് ആവാം, അങ്ങനെ കളറുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ക്യാരറ്റിൽ ഏതാണ് ഉണ്ടാവുക? ക്രോമോപ്ലാസ്റ്റ്, കരോട്ടിൻ ആണ്. അപ്പൊ ആ ഒരു പിഗ്മെന്റ് ഉള്ളത്, ഈ ക്രോമോപ്ലാസ്റ്റിൽ ഈ ഒരു കരോട്ടിൻ പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ക്യാരറ്റിന് എന്തുണ്ടാകുന്നത്? ആ ഒരു കളർ, ഓറഞ്ച് കളർ വരുന്നത്. അപ്പൊ അതനുസരിച്ച് ഓരോ ഫ്രൂട്ട്സിലും പല ടൈപ്പ് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പല ടൈപ്പ് പിഗ്മെന്റ്സ് ആണ് ഈ ക്രോമോപ്ലാസ്റ്റിൽ ഉണ്ടായിരിക്കുക. അതനുസരിച്ചായിരിക്കും അത് റൈപ്പൻ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന കളറും. അപ്പൊ അതനുസരിച്ച് തന്നെയാണ് ലൂക്കോപ്ലാസ്റ്റ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോ ഈ ഫ്രൂട്ട്സ് പഴുക്കുമ്പോഴാണല്ലോ അതിന് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് വരുന്നത്, ഇപ്പൊ ടേസ്റ്റ് വരുന്നത്. അപ്പൊ അതിന് കാരണം എന്താണ്? ഈ ലൂക്കോപ്ലാസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ പ്ലാസ്റ്റിഡ്സ് കാണുന്നത് ഏതിലാണ്? പ്ലാന്റ് സെല്ലിൽ മാത്രമാണ്. ഓക്കെ, ഇനി ഇപ്പൊ MJ ശ്ലീഡനും തിയോഡോർ ഷ്വാനും കൂടിയിട്ടാണ് സെൽ തിയറി കണ്ടുപിടിച്ചത്. അതായത് ഇപ്പൊ സെല്ലാണ് ഒരു ഓർഗാനിസത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ചത് ആരാണ്? MJ ശ്ലീഡനും തിയോഡോർ ഷ്വാനും കൂടിയിട്ടാണ്. ഇനി 1850 അത് കണ്ടുപിടിച്ചത് 1839 തന്നെയാണ്. 1856 ലൂയിസ് പാസ്റ്റർ എന്ത് കണ്ടുപിടിച്ചത്? ഫെർമെന്റേഷൻ ഡിസ്കവർ ചെയ്തത്. ഓൾറെഡി ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ആരുടെയും പേരിലായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു എന്നുള്ള രീതിക്ക്. അപ്പം അത് കൂടുതലായിട്ടും അതിനെപ്പറ്റി പഠിച്ചതും അതിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതൊക്കെ ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഇനി 1862 ലൂയിസ് പാസ്റ്റർ ആണ് ഇപ്പം പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കൊണ്ടുവന്നത്. ഓക്കെ, പാസ്ചറൈസേഷൻ നമുക്കറിയാം
ഇപ്പോ മിൽക്ക്, അതുപോലെ ബിയർ, അതർ ഫുഡ് പ്രോഡക്ട്സ് അതൊക്കെയും സ്പോയിലേജ് ആയി പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോബ്സിനൊക്കെ കില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. ഏറ്റവും കൂടുതൽ മിൽക്കിലെ പാസ്ചറൈസേഷൻ നടത്തുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവും, കുറച്ച് കോമൺ ആയിട്ട്. അപ്പൊ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സും കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്ചർ ആണ്. ഫെർമെന്റേഷനും പാസ്ചറൈസേഷനും കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് പാസ്ചർ ആണ്. ഇനി 1865 നമ്മൾ ഒരാളിനെ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഗ്രെഗർ ജോൺ മെന്റൽ. ഹെറിഡിറ്ററിക്ക് വേണ്ടുന്ന ലോസ്, ഒരു 3 ലോസ് ഉണ്ട് ലോ ഓഫ് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ട് 3 ലോസ് ഉണ്ട്. അതിനെയാണ് ലോ ഓഫ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കണ്ടുപിടിച്ചത് ആരാണ്? ഗ്രെഗർ ജോൺ മെന്റൽ ആണ്. ഓക്കെ, ഓക്കെ. ഇനി 1881 ആന്ത്രാക്സിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആന്ത്രാക്സിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് അത് യൂസ് ചെയ്തത് ഷീപ്പിലും ഗോട്ടിലും കൗസിലൊക്കെയാണ്. പിന്നീടാണ് 1855 റാബീസിനൊക്കെ പറ്റിയിട്ട് സ്റ്റഡീസ് നടത്താൻ തുടങ്ങിയത്, റാബീസ് വാക്സിൻ ഒക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ ഏറ്റവും ഫസ്റ്റ് ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻസിന് വേണ്ടുന്ന വാക്സിൻ കണ്ടുപിടിച്ചത് ഈ റാബീസ് വാക്സിൻ ആണ്. കണ്ടുപിടിച്ചത് ആരാണ്? പാസ്ചർ ആണ്, ലൂയിസ് പാസ്ചർ ആണ് 1885. ഓക്കെ, ഇനി 1902 വാൾട്ടർ സട്ടൻ ഈ ക്രോമസോംസിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ക്രോമസോംസിന്റെ എവിഡൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം ഇൻഹെറിറ്റൻസ്, ഇപ്പൊ നമുക്ക് പാരന്റ്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈബ്സ് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഈ ക്രോമസോംസ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് ഒക്കെയും ഫസ്റ്റ് കൊടുത്തത് വാൾട്ടർ സട്ടൻ ആണ് 1902. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് ഹ്യൂഗോ ഡീവറിസ് മ്യൂട്ടേഷൻ തിയറി ഓഫ് ഇവല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇവല്യൂഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയൊക്കെയും ലാമ കൊണ്ടുവന്നതാണ്. പക്ഷെ അതില് ഏറ്റവും ആ തിയറി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അതിന് ബേസിക് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ എവിഡൻസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ എവല്യൂഷൻ എന്ന് പറയുന്നതിന് കുറച്ച് എക്സ്പെരിമെന്റൽ തിയറീസ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്ത് തിയറി കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഹ്യൂഗോ ഡ്യൂറിസ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ മ്യൂട്ടേഷൻ തിയറി ഓഫ് ഇവല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവല്യൂഷൻ നടക്കുന്നത് മ്യൂട്ടേഷൻസ് വരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞത് ആരാണ്? ഹ്യൂഗോ ഡ്യൂറിസ് ആണ്. ഇനി 1919 ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം, ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം, ആ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിക്ക് കൊടുത്തത് അത് ആരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? കാൾ എറിക്കി ആണ്. ഹംഗറിയൻ എഞ്ചിനീയർ ആയിരുന്നു കാൾ എറിക്കി എന്ന് പറയുന്നത്. ഇനി 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെനിസിലിൻ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ വാക്സിന്റെ കണ്ടുപിടുത്തമൊക്കെ പറഞ്ഞു, പക്ഷെ ഓറൽ മെഡിസിൻ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അലക്സാണ്ടർ ഫ്ലെമിംഗ്, അതായത് അദ്ദേഹം ആക്സിഡന്റലി ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു പെനിസിലിനെ കണ്ടുപിടിക്കുന്നത്. സ്റ്റെഫൈലോകോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസിനെ അതിന്റെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പെട്രി ഡിഷ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, പെട്രി ഡിഷ് പോലെയുള്ള പ്ലേറ്റ്സിൽ അതിനെ വളർത്തുകയാണ് ഉണ്ടായത്. അതിന് ഈ സ്റ്റെഫൈലോകോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ചില പെട്രി ഡിഷിൽ ഇല്ല, പകരം അതിലൊരു പ്രത്യേക ടൈപ്പ് മോൾഡ് വളരുന്നുണ്ട്. അപ്പൊ ഈ മോൾഡ് ഉള്ള സ്ഥലത്തൊന്നും ഈ സ്റ്റെഫൈലോകോക്കി ബാക്ടീരിയാസ് ഇല്ല. അപ്പൊ അതിന്റെ കാരണം ഈ മോൾഡ് ആണെന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു മോൾഡിൽ നിന്നും പെനീസിലിയം നൊട്ടാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോൾഡിൽ നിന്നും പെനീസിലിൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പൊ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ഡെത്ത് ഉണ്ടാകുന്നത് കുറച്ച് കോമൺ ആയിരുന്നു ആ വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത്. ആ ഒരു സമയത്ത് അമേരിക്കൻ സോൾജേഴ്സിലാണ് ഈ പെനീസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഡെത്ത് കുറയ്ക്കാൻ വേണ്ടി പറ്റി. അങ്ങനെയാണ് ആദ്യത്തെ ആന്റിബയോട്ടിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ടായത്. ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, അപ്പൊ പെനിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആന്റിബയോട്ടിക്കിന്റെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ എഴുതി വെക്കേണ്ട ഒരു പേരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. 1928 ഈ പെനിസിലിൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. ആന്റിബയോട്ടിക് ആണത്. ഓക്കെ, ഇനി മോഡേൺ ബയോടെക്നോളജിനെ പറ്റിയിട്ട് പറയാം. ഇപ്പൊ മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഒരു 1945 ഓൺവേർഡ്സ് ഇപ്പോ എത്തി നിൽക്കുന്ന ബയോടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ്സ് ആണ് ഈ ഒരു മോഡേൺ ബയോടെക്നോളജിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ 1953
ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത്. അതാരാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഇനി 1963 ജോൺ എൻഡേഴ്സ് എന്ത് കണ്ടുപിടിച്ചത്? മീസിൽസിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. ഇനി 1973 DNA ഒരു പ്രോപ്പർട്ടി ഉണ്ട്, റീകോമ്പിനേഷൻ ഉള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് കൊഹനും അതുപോലെ തന്നെ ബോയറും കണ്ടുപിടിച്ചത്. ഇപ്പൊ ഈ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ DNA ഇപ്പം രണ്ട് ഇപ്പൊ പാരന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട രണ്ട് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന DNA നമുക്ക് ക്രോസ് ഓവർ ചെയ്യാം. ക്രോസിംഗ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഓർഗാനിസം വേറെ എന്ത് ചെയ്യും, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം എന്നാണ് ഈ റീകോമ്പിനേഷൻ ഓഫ് DNA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള DNA നമുക്ക് കമ്പൈൻ ചെയ്ത് ഒന്നാക്കാം. അതാണ് ഈ റീകോമ്പിനേഷൻ ഓഫ് DNA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ചത് കൊഹൻ ആൻഡ് ബോയർ ആണ്. അതിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോടെക്നോളജിയിൽ പുതിയ പുതിയ ട്രാൻസ്ജനിക് ആനിമൽസ്, GM ക്രോപ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ഇടയായത്. ഈ ഒരു റീകോമ്പിനേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്കവറിക്ക് പിന്നാലെയാണ് ഈ ഒരു ട്രാൻസ്ജനിക് ആനിമൽസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓർഗാനിസത്തിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇനി DNA സ്പ്ലിറ്റിംഗ് നടത്തുക അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് DNA കണ്ടുപിടിച്ചത് പോൾബർഗ് ആണ്. അതും 1973 തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. 1984 അലക് ജെഫ്രീസ് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഈ ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ ഫോറൻസിക്സിലും അതുപോലെ ഇപ്പൊ ക്രിമിനൽസിനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഒരാളുടെ ഫിംഗർ പ്രിന്റിൽ നിന്ന് നമുക്ക് അവരുടെ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ആരാണ് ആ ക്രൈം ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെയും പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത്രയും വേൾഡ് വൈഡ് അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി കാരണം. അലക് ജെഫ്രി ആണ് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചത് 1984. 1995 ഹിൽമൻ ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ കണ്ടുപിടിച്ചത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ഹില്ലിമൻ ആണ്. ഇനി 1997 ലാൻ വിൽമട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ക്ലോണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്ക് വഴി ഡോളി എന്ന് പറഞ്ഞിട്ടുള്ള ലാമ്പിനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. ഇപ്പൊ ഡോളി നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഇപ്പൊ ഡോളി ബോൺ ഓൺ ജൂലൈ 5, 1996 ജോളി ഉണ്ടായത്, ബോൺ ചെയ്തത്. ഇപ്പൊ ഡോളിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അപ്പം അത് ക്ലോണിംഗ് വഴിയാണ് ഈ ഡോളിനെ ഉണ്ടാക്കിയത്. അതാരാണ് ചെയ്തത്? ലാൻ വിൽമട്ട് ആണ് 1997. ഇനി ആ ഒരു സമയത്ത് തന്നെ കണ്ടുപിടിച്ചതാണ് ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. HAC എന്നും അതിന് ഷോർട്ട് ഫോം ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോം എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഈ വെക്ടറിന് ഒരുപാട് ക്രോമോസോമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് ഒന്ന്, അതിന് സെൽഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വേറെ ഒന്നും അതിനെ മെയിൻ്റെനൻസിനൊന്നും വേണ്ടി യൂസ് ചെയ്യേണ്ട, അതിനെ സെൽഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് അതൊരു അഡീഷണൽ ക്രോമോസോം ആയതുകൊണ്ട് തന്നെ, സെല്ലിന്റെ ഉള്ളിലെ ഒരു അഡീഷണൽ ക്രോമോസോം ആയതുകൊണ്ട് തന്നെ അതിന് സെൽഫ് മെയിൻ്റെനൻസിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഡോട്ടർ സെൽസിലോട്ട് പോവാൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്താനുള്ള എബിലിറ്റി ഈ ഒരു HAC അല്ലെങ്കിൽ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോമിന് ഉണ്ടായിരിക്കും. സെൽ ഡിവിഷന്റെ സമയത്ത് ഡോട്ടർ സെൽസിലോട്ടും ഇത് പാസ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഇത് റെപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് HAC അല്ലെങ്കിൽ ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോമിന്റെ പ്രത്യേകതകൾ. ഇനി 2008 ആർട്ടിഫിഷ്യൽ DNA മോളിക്യൂൾ കണ്ടുപിടിച്ചത്. ആർട്ടിഫിഷ്യൽ DNA മോളിക്യൂൾ ഇപ്പൊ നമുക്കറിയാം, ഇതുവരെയും സ്റ്റഡീസ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ DNA ഉള്ളത്, അതിനെ ഓൾട്ടർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോം, ആർട്ടിഫിഷ്യൽ DNA മോളിക്യൂൾ. അതൊക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല, നമ്മുടെ DNA മോളിക്യൂൾസ് വരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാലത്തോട്ട് നമ്മൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളത്. 2008 ആർട്ടിഫിഷ്യൽ DNA മോളിക്യൂൾ കണ്ടുപിടിച്ചത്. ഇത്രയാണ് ബയോടെക്നോളജിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും അതിനൊരുപാട് അഡ്വാൻസ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു 2008 അതുവരെയുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഈ ഭാഗത്ത്? ഇല്ല മിസ്.
ആ ഓക്കെ താങ്ക് യു. താങ്ക് യു.